മോൾക്ക് എന്തോ ടെൻഷൻ പോലെ അല്ലേ ഉദേട്ടാ? ആ ഉണ്ട്, ഞാനും അത് ശ്രദ്ധിക്കായിരുന്നു. ആക്സിഡന്റിന്റെ ഷോക്ക് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല, അതിന്റെയാ. മാഡം, നവീൻ സാറിനെ ഒന്ന് നോക്കാട്ടോ. അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞേ എന്നോടാവും പരാതി പറയാ. മോളെന്താ ഒന്നും സംസാരിക്കാത്തത്? അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന കുട്ടിയാണല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാ, എല്ലാവർക്കും സുഖല്ലേ? അല്ല, ഗാതമോൾക്കിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഇപ്പോഴൊന്നുമില്ല. അതൊക്കെ എപ്പോഴേ മാറി അല്ലേ അമ്മേ? മമ്മി, ഇതെന്ത് പറ്റി ഗാതമോളുടെ സംസാരത്തിനൊരു മാറ്റം അല്ലേടി? സംസാരം മാത്രമല്ല, ഗാഥ ടോട്ടലി ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഗാഥയ്ക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അത് ഞാൻ അതെ, ഞങ്ങളോട് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. എന്തിനാ പിന്നെ ഞങ്ങൾ ഇന്ന് നാണം കെടുത്തുന്നേ? എന്താ സിത്താര നിങ്ങളെ ഉദ്ദേശിക്കുന്നേ? നിർമ്മല വരൂ, ഞാൻ വേണേ അത് കഴിത്തരാം. എനിക്കാരും കഴിത്തരൊന്നും വേണ്ട. ഈ കാണിക്കുന്നൊക്കെ അഹങ്കാരമല്ലാതെ പിന്നെ എന്താ? അത് അഹങ്കാരമാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? വന്നപ്പോ മുതൽ അമ്മായി പറയുന്നില്ലേ, ഗാഥയുടെ സംസാര രീതി മാറിയിട്ടുണ്ട്, നടത്തത്തിന്റെ രീതി മാറിയിട്ടുണ്ട്, മൊത്തത്തിലൊരു മാറ്റം ഉണ്ടെന്നൊക്കെ. ഗാഥയ്ക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാം, അത് സത്യമാണ്. പക്ഷെ ഒരു തമാശയായിട്ട് അയാളത് ചെയ്തു, അത് അമ്മായിക്ക് ക്ഷമിച്ചൂടെ? പിന്നെ ഞാനൊരു കാര്യം പറയാലോ ഗാഥ, അല്പം കുസൃതി നിറഞ്ഞ ഈ ഗാഥയുണ്ടല്ലോ, ഇപ്പോഴത്തെ ഗാഥയുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഈ ബിസിനസിന്റെ ടെൻഷനായിട്ട് നടക്കുന്ന സമയത്ത് അത്യാവശ്യം തമാശ പറയുന്ന, കുറച്ച് കുസൃതിയൊക്കെ ഒപ്പിക്കുന്ന ഒരാള് എന്റെ കൂടെ ഉള്ളത് നല്ലതാ. എന്ന് കരുതി ചിക്കനും മറ്റും എടുത്ത് എപ്പോഴും സാറിന്റെ തല കൂടെ എറിയരുത് കേട്ടോ. വല്ലപ്പോഴേ ആകാവൂ. ഗാഥ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഗാഥയുടെ മുറി ഒന്ന് കാണണം. എന്തിന്? ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് കഴിയുന്ന ഒരാള് സ്വന്തം മുറി എങ്ങനെ ഒരുക്കിയിരിക്കുന്നെന്ന് കാണണമല്ലോ.
ഭക്ഷണം കഴിക്കൽ നിർത്തിയോ? എന്നാ പിന്നെ നമുക്ക് എഴുന്നേക്കാം സാറേ. എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ തോന്നുന്നുണ്ട് മോളെ. നിനക്ക് തോന്നുന്നു? പിന്നല്ലാതെ എന്തോ ഒരു ഒളിച്ചുകളി ഇവിടെ നടക്കുന്നുണ്ടമ്മേ. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്തു പറ്റി സിത്താരെ? ഏയ് ഒന്നുമില്ല, അവര് പോയിട്ട് വരട്ടെ. ദേ നോക്കി.